നമുക്ക് ഈ അവലൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റേ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു നേന്ത്രപ്പഴം അരിഞ്ഞെടുക്കാം. നമുക്ക് വീണ്ടും അടുപ്പ് കത്തിക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കാം. വറുത്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. ഇപ്പോഴും നമുക്ക് നല്ല രീതിയിൽ വാട്ടിയെടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കാഷ്നട്ടൊക്കെ ആഡ് ചെയ്ത് ചെറിയൊരു പിടിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ മധുരം ചേർത്ത് ഈ ഒരു പഴത്തിൻ്റെ മധുരം ബാലൻസ് ചെയ്തിട്ട് വേണം പാലിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകും. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഒരു കാഷ്നട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അവലിട്ട് കൊടുക്കാം. കുറച്ച് മതി. നമുക്കിതൊന്ന് ഉണ്ട പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് അവലും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വിളയിച്ചെടുക്കാം. ആ സമയത്ത് നമ്മൾ ഈ മധുരം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കുക. ഏലക്ക പൗഡർ, കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഇടുക. അതൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ നല്ല ടൈറ്റ് ആവുന്ന വരെ ഒന്ന് ചെയ്തെടുക്കാം. ഈ ഒരു പാത്രം നമുക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് പാല് തിളപ്പിച്ചെടുക്കാം. ഈ പാലൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റിയിട്ട് മറ്റൊരു പാത്രം എടുത്തിട്ട് വയ്ക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് അത് അങ്ങനെ തന്നെ കുറച്ച് നേരം വെക്കുക. അപ്പോഴത്തേക്കിനും ഇതുപോലെ കളർ ചേഞ്ച് ചെയ്ത് വരും. ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് നേരം കൂടെ വെക്കുമ്പോൾ കുറച്ചൊരു കറക്റ്റ് കളറിൽ വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് വെള്ളമോ പാലോ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കറക്റ്റ് ചെയ്യാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നങ്ങ് കട്ടിയാവും. അത് കഴിഞ്ഞ് ഒന്ന് തിളക്കുമ്പോഴത്തേക്കിനും കറക്റ്റായിട്ട് വരും. ഇതിനകത്തേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമുക്ക് മുന്തിരിക്ക് പകരം ചേർക്കുന്നത്. അപ്പം മുന്തിരിക്കൊത്ത് പായസം എന്നാ പേരിട്ടേക്കാന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ ഒരു മുന്തിരീൻ്റെ വലിപ്പത്തിലാക്കി എടുക്കാം. ഇതിൻ്റെ തിക്നെസ് കറക്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ പിടിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പായസത്തിലിടുമ്പോഴത്തേക്കിനും ഇത് അലുത്ത് പോരും. കയ്യിൽ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. പാലിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് അവല് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണേ. ടേസ്റ്റ് ചെയ്ത് നോക്കി തുടങ്ങിയല്ലേ? എന്താ പ്ലാൻ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് മുന്തിരിക്കൊത്ത് പാൽപ്പായസം. അപ്പം നമ്മൾ പഴം കൊണ്ടൊരു മുന്തിരിക്കൊത്തുണ്ടാക്കി. മുന്തിരി നമ്മൾ ചേർക്കുന്നില്ല, പകരം മുന്തിരിക്കൊത്തുണ്ടാക്കി. പിന്നെ അവൽ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തു. പാല് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് അവൽ ചേർത്ത് മുന്തിരിക്കൊത്തും ചേർത്ത്. മുന്തിരിക്കൊത്തെന്ന് പറയാനുള്ള കാരണം എന്താ? മുന്തിരി ചേർക്കുന്നില്ല, പകരം മുന്തിരിക്കൊത്ത് മീൻസ് നമ്മുടെ അല്ല മുന്തിരി മുന്തിരിൻ്റെ അത്രയും വലുപ്പത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നട്ട്സും അതിൽ തേങ്ങാപ്പാൽ ചേർത്തു. അതായത് ആദ്യം നമ്മൾ പഴം റോസ്റ്റ് ചെയ്തു. അതിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചു. പിന്നെ നട്ട്സ് റോസ്റ്റ് ചെയ്ത് അരിഞ്ഞിട്ടു. പിന്നെ പഞ്ചസാര ഇട്ടു, ഏലക്കപ്പൊടി ഇട്ടു. എന്നിട്ട് അവലിട്ട് ഇത് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് അവലിട്ട് ടൈറ്റാക്കി. എന്നിട്ട് മുന്തിരിക്കൊത്ത് പോലെ എടുത്തിട്ട് ഈ പാലിൻ്റെ ഒരു കുറുക്കില്ല. നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പുറത്തേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്തോളാം. കുറച്ച് മുന്തിരിക്കൊത്ത്. നമ്മുടെ മുന്തിരിക്കൊത്ത് അവൽ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്.